എന്നോടൊപ്പം ഉള്ളത് ഷാനിഹാൻ സാറാണ്. ശരിക്കും ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വലിയ വിഷയവും കൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് കുറേയധികം സംശയങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസാണ്. സർ, ഈ സൈബർ ഇടങ്ങളിൽ മാത്രം മനുഷ്യരെന്തുകൊണ്ട് വീണ്ടും 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 മണ്ടരായിക്കൊണ്ടിരിക്കുന്നു? നല്ലൊരു ചോദ്യമാണല്ലോ. താങ്ക് യു സർ. ലിറ്ററസിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്നുവെന്ന് നമ്മൾ അഭിമാനം കൊള്ളുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്നതാണ്. എക്സാക്ട്ലി. നമുക്കറിയാം, മൊബൈൽ ഫോണുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടർ ഡിവൈസുകളുടെയും രംഗപ്രവേശനത്തോടുകൂടി എല്ലാ ജനങ്ങളും, വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ നിരക്ഷരായിക്കോട്ടെ, എല്ലാവരും തന്നെ ഇപ്രകാരമുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആരും തന്നെ ഈ തലമുറയിൽ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഇപ്രകാരം ഫിനാൻഷ്യലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾ അതിൽ ഇൻവോൾവ് ആവുകയും ഇരയാവുകയും ചെയ്യുന്നു എന്നുള്ള ചോദ്യം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്കറിയാം, പണ്ട് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഡിവൈസുകൾ രംഗപ്രവേശം ചെയ്യുന്ന കാലഘട്ടം മുതലാണ് എങ്കിൽ ഇപ്രകാരമുള്ള ഡിവൈസുകൾ ഉപയോഗിച്ച് വന്നിരുന്നത് പൊതുവേ എന്തെങ്കിലും ഫേക്കായിട്ടുള്ള അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ഫേക്കായിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ഒബ്സീനായിട്ടുള്ള മെസ്സേജുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ത്രട്ടൺ ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഈ സമീപ കാലഘട്ടത്തിൽ ഇപ്രകാരം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നത് ഫിനാൻഷ്യൽ മോട്ടീവിന് വേണ്ടി ഫ്രോഡുലൻ്റായിട്ടുള്ള ക്രിമിനൽസ് കൈകാര്യം ചെയ്യുന്നതിനായിട്ടാണ്. നമുക്കറിയാം, നമുക്ക് ഇവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടി വ്യവസ്ഥാപിതമായ അംഗീകൃതമായ ഒരു ബാങ്കിങ് സിസ്റ്റമുണ്ട്. ആ ബാങ്കിങ് സിസ്റ്റത്തെ അവഗണിച്ചുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പണം വീണ്ടും അമിതമായ ലാഭം അല്ലെങ്കിൽ അതിൽ നിന്നും അമിതമായ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് നമ്മൾ ഇപ്രകാരമുള്ള ഓൺലൈനായിട്ടുള്ള ട്രേഡിങ്ങിലായാലും ഓൺലൈൻ ബിസിനസ്സിലായാലും പാർട്ട് ടൈം ബിസിനസ്സിലായാലും ഒക്കെ ഉൾപ്പെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഇത് തികച്ചും നമുക്ക് അപ്രകാരമുള്ള വരുമാനം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒറ്റ മോട്ടീവിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ കൈവശം കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, ക്യാഷ് ഉണ്ട് എങ്കിൽ, അത് നമുക്ക് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുകയും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പൊതുജനങ്ങളിൽ ചുരുക്കം ചില ആൾക്കാർ, അങ്ങനെയുള്ള ചുരുക്കം ചില ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരെല്ലാം തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, IT ഫീൽഡിൽ തന്നെ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാണ്, ഉയർന്ന ഒഫീഷ്യലി ഡിഗ്നിറ്ററീസ് ഉണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം വന്ന് ഇതിൽപ്പെടും. വക്കീലന്മാർ പോലും ഇതിൽ ഉൾപ്പെട്ടു പോകുന്നു, ചതിയിൽ പെട്ടുപോകുന്നു എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ കാര്യമായിട്ട് കാണേണ്ട ഒരു സാഹചര്യമാണ്. എവിടെയാണ് സാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് എല്ലാത്തിനും ഒരു തുടക്കമുണ്ടല്ലോ, ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടല്ലോ. അപ്പോൾ പക്ഷെ നമ്മളത് മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മളിലേക്ക് അവയർനെസ് വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇടങ്ങൾ സാർ നേരത്തെ സൂചിപ്പിച്ചു. എവിടെയാണ് ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്? നമ്മൾ അപരിചിതമായിട്ട് വരുന്ന ഫോൺ കോളുകൾ, അപരിചിതമായി നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ. ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷനുകളും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അപ്രകാരം സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി, അല്ലെങ്കിൽ അക്കാര്യങ്ങൾ കൂടി നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, ബോധവാനായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു ലിങ്ക് വരുമ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയെ സംബന്ധിച്ചോ ആയിരിക്കാം ഒരു ലിങ്ക് വരുന്നത്. അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു ഡിസ്കഷൻ വരുന്നത്, ഒരു പരസ്യം വരുന്നത്. നമ്മൾ അത് കണ്ടു കളയുക എന്നതല്ലാതെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആരാണോ ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് കൃത്യമായിട്ടും ഇതിലൊരു കാഴ്ചപ്പാടുണ്ടാവും. നമ്മൾ അതിൽ കയറി ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് വേറൊരു ആപ്ലിക്കേഷനിലോട്ട് അവർ ഉദ്ദേശിച്ച മറ്റൊരു മേഖലയിലോട്ട് അത് ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വലകളുമായി കാത്തിരിക്കുന്ന ഒത്തിരി ക്രിമിനൽസ് അതിലുണ്ട്. അവർ നമ്മളെ ക്യാൻവാസ് ചെയ്യും, നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും, ഇത് ജെനുവിനാണെന്ന് പറയും. ആദ്യം നമ്മളോട് നിങ്ങളിതിൽ പൈസയൊന്നും ഇടണ്ട, നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി എന്ന് പറയും. നമ്മൾ അതിൽ വീണ് പോവുകയും ചെയ്യും. ചിലപ്പോൾ ഒരു ടാസ്ക് തരും, തന്നിട്ട് പറയും നിങ്ങൾ ആ ടാസ്ക് ചെയ്യുക, നിങ്ങൾ യാതൊന്നും തന്നെ ഇങ്ങോട്ട് തരേണ്ട ആവശ്യമില്ല. വൈകുന്നേരം നോക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപയോ 1500 രൂപയോ വന്നതായി കാണും. ഇത് നമുക്ക് തരുന്ന ഒരു ചെറിയ ഒരു ചൂണ്ടയിടലാണ്. ഇതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു ടാസ്ക് തരും.
ആ ടാസ്കിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ അന്ന് അവർ നമുക്ക് നൽകുന്നത് 2500 രൂപയാവും. പിന്നെ അവർ പറയും ഒരു കാര്യം ചെയ്യൂ, വിശ്വാസമായി എങ്കിൽ ഏറ്റവും ചെറിയൊരു എമൗണ്ട് ഇടാൻ പറയും. അപ്പോൾ നമ്മളൊരു 10,000 രൂപ ഇട്ടു. 10,000 രൂപ ഇട്ടു. അടുത്ത ദിവസം നോക്കുമ്പോൾ 10,000 15,000 രൂപയും മാറി. വീണ്ടും നമ്മൾ ഇതിൽ വിശ്വാസം വർദ്ധിക്കുന്നു. 25,000 ആകുന്നു. അത് ലക്ഷങ്ങളാകുന്നു, കോടികളാകുന്നു. എപ്പോൾ നമ്മുടെ ഇതിൽ വേറൊരു രസകരമായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരു വെർച്വൽ അക്കൗണ്ടാണ് സത്യത്തിൽ. ഇത് നമ്മൾ ധരിക്കും അവർ നമ്മളെ കാണിച്ചു തരുന്ന നമ്മുടെ ഡിസ്പ്ലേ, നമ്മുടെ ഫോണിലെ ഡിസ്പ്ലേയിലോ മൊബൈൽ മറ്റേ കമ്പ്യൂട്ടറിലെ ഡിസ്പ്ലേയിലോ കാണുന്നത് ബാങ്കിന്റെ യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഇത് ഓരോ ദിവസവും ഈ നമ്മൾ ചെയ്യുന്ന ഈ ട്രാൻസാക്ഷനിലൂടെ പണം അക്യുമുലേറ്റ് ചെയ്യുന്നതായി ഫിഗർ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിൽ ഇൻവോൾവ് ആയി. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലൂ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടോ നമ്മൾ ഇതിനെക്കുറിച്ച് യാതൊന്നും ആരായാൻ ശ്രമിക്കാതെ വളരെ രഹസ്യമായി നമ്മൾ ഇത് തുടരുകയാണ്, പൊതുജനങ്ങൾ തുടരുകയാണ് ചെയ്യുന്നത്. പൊതുജനങ്ങളെല്ലാമല്ല, ചുരുക്കം ചില ആളുകൾ അങ്ങനെ തുടർന്നു പോരുകയും അവസാനം നല്ലൊരു എമൗണ്ട് ഇവരിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമാണ് വീട്ടിലുള്ള ആൾക്കാർ, ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഇത് അറിയാൻ ഇടയാവുകയും സ്വാഭാവികമായിട്ടും ഇത് പരാതിയായിട്ട് മാറുകയും ഒക്കെ ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഫോൺ എടുത്തൊന്ന് ഡയൽ ചെയ്താൽ 1930 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, സെൻട്രൽ ഗവൺമെന്റ് അത് അവിടെ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന അലർട്ട് മെസ്സേജാണ്. അലർട്ട് മെസ്സേജിൽ നമുക്കറിയാം, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്രലോഭനങ്ങളിലോ പരസ്യങ്ങളിലോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിലോ വീഴാതിരിക്കുക. നമുക്ക് വാട്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബന്ധുവിന് സുഖമില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വിവിധ മോഡുകളിലൂടെയാണ് സൈബർ കുറ്റവാളികൾ നമ്മളെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്രകാരം ഏതെങ്കിലും ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ നമ്മളോടൊരു ആവശ്യമോ അവർ ചോദിക്കുന്ന പക്ഷം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് ലഭിക്കുന്ന പക്ഷം കൃത്യമായും അതിൻ്റെ ജെന്യുവിനിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, ഓരോരുത്തർക്കും കൃത്യമായിട്ടും ഒരു പോലീസ് ജില്ലയും ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ട്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായും കൺസേൺഡ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാമല്ലോ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകളുണ്ട്. മുൻപാണെങ്കിൽ കേരളത്തിൽ ഒരു സൈബർ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി എടുത്താൽ ട്രിവാൻഡ്രം സിറ്റി എന്ന റൂറൽ എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, പോലീസ് ജില്ലയായിട്ട്. അതിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്റെ ഈ സ്ഥാപനമാണ്, ഈ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ റൂറലിന് ഇതുപോലെ പോലീസ് സ്റ്റേഷനുകൾ കൃത്യമായിട്ടും നമുക്ക് നിയമസഹായത്തിനോ നമുക്ക് വേണ്ടുന്ന നമ്മുടെ ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ വന്നു കഴിഞ്ഞാൽ ചോദിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. കൃത്യമായിട്ട് ഫോൺ നമ്പറുകളുണ്ട്. ഒരു ഫോൺ ചെയ്ത് ചോദിച്ചാൽ മാത്രം നമുക്ക് അതിൻ്റെ ജെന്യുവിനിറ്റി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും നമുക്ക് വിട്ടുമാറുന്നതിന് അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷനിൽ പെടാതിരിക്കുന്നതിനുള്ള സാഹചര്യം വളരെയധികം നിലനിൽക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇപ്രകാരമുള്ള ട്രാപ്പിൽപ്പെട്ട് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് പാവം ഇപ്രകാരം ഉള്ള ജനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മറ്റ് പോലീസിനെയോ മറ്റ് നിയമ സംവിധാനങ്ങളെയോ അറിയിക്കുന്നതിന് വേണ്ടി മുതിരുന്നു. ശരി സാർ, ശരിക്കും കുറച്ച് വാർണിംഗ്സ് ആയിട്ട്, അതായത് നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് സാറിന് പറയാൻ തോന്നുന്ന കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണ് ഇവരോട്? ജനങ്ങൾ പൊതുവെ അലർട്ടാവേണ്ട ചില പോയിന്റ്സുകൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം. അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, നമ്മുടെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിലുള്ളൊരു കോൾ വരികയോ അൺനോൺ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വരികയോ, അത് നെറ്റ് നമ്പറാകാം അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർ നൽകിയിട്ടുള്ള നമ്പറാകാം. ആ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ഏത് സബ്ജക്റ്റാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കുക. അത് നോക്കിയിട്ട് നമുക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്നിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇഷ്യൂ, ഒരു സൈബർ ഒഫൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം എന്നുള്ളൊരു തിരിച്ചറിവ് കൃത്യമായിട്ടും അപ്രകാരം ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളോ പാൻ നമ്പറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നും തന്നെ നമ്മൾ മറ്റൊരാളിനെ ഷെയർ ചെയ്യാതിരിക്കുക. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ATM കാർഡോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ ഇല്ലാത്ത ഒരു വ്യക്തിയും ഇല്ല. എന്തിനും നമുക്ക് ബാങ്കിൻ്റെ അക്കൗണ്ടിലൂടെ മാത്രമേ, ഇപ്പോൾ സർക്കാർ നൽകുന്ന സഹായം പോലും ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന്. അപ്പോൾ ഇപ്രകാരം വരുമ്പോൾ അതിൽ നിന്നും OTP നമ്പർ ജനറേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോണുമായിട്ട് ലിങ്ക് ചെയ്തതായിരിക്കും ബാങ്ക് അക്കൗണ്ട് കൊടുത്തേക്കുന്നത്. ആ OTP നമ്പർ നമ്മൾ മറ്റൊരാളിനെ ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ പാൻ കാർഡോ അല്ലെങ്കിൽ ATM കാർഡോ മറ്റൊരാളിന് പൈസ എടുക്കുന്നതിന് വേണ്ടി പോലും കൊടുക്കാതിരിക്കുക. ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് കൊടുക്കാതിരിക്കുക. ഇത് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർ പോലും, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കൾ പോലും ഇപ്രകാരം ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് ഇങ്ങനെയുള്ള ക്രിമിനൽസിന് കൊടുക്കുന്നുണ്ട്. എന്തിനു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഞാനൊരു പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, അതിൽ കുറച്ച് ടേൺ ഓവർ കൂടുതലാണ്,
ഇൻകം ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ അക്കൗണ്ടിലൂടെ മാത്രം അത് നടക്കില്ല. സ്വാഭാവികമായിട്ടും ഒരു പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 ലക്ഷമോ 2 ലക്ഷമോ ട്രാൻസാക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു 10,000 രൂപ തരാം. ഈ 10,000 രൂപ കിട്ടും എന്നുള്ള മോഹന വാഗ്ദാനത്തിൽ വീണുകൊണ്ട് യുവാക്കൾ എന്ത് ചെയ്യുന്നു? ഇപ്രകാരമുള്ള അക്കൗണ്ടുകൾ എടുത്ത് അവർക്ക് നൽകുന്നു. അപ്പോൾ ആ അക്കൗണ്ടിലൂടെ പൈസ പോവുകയും ATM മുഖേനയോ അല്ലെങ്കിൽ ബാങ്ക് വിഡ്രാവൽ വഴിയോ ചെക്ക് വിഡ്രാവൽ വഴിയോ ഒക്കെ ഇത് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓർക്കുക, നമ്മളും ആ കുറ്റകൃത്യത്തിൻ്റെ ഒരു കണ്ണിയായി മാറുകയാണ്. അയ്യോ സാർ, ഞാനത് എടുത്തു കൊടുത്തിട്ടില്ല, അത് ഒരു പരിചയക്കാരൻ വന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കൊടുത്തുപോയതാണ് എന്ന് ഫ്ലിംസി റീസൺസ് പറഞ്ഞ് നമുക്ക് ഈ കുറ്റകൃത്യത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ യുവാക്കളും യുവതികളും അതുപോലെ പൊതുജനങ്ങളും ഓർത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശരിക്കും നമ്മൾ ഇതിനോടകം ഒരുപാട് കേസുകൾ സാറും അതുപോലെ ടീമും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. ചിലത് നമ്മൾ കേട്ടാൽ തന്നെ അങ്ങനെ സംഭവിക്കുമോ, അവർക്ക് സംഭവിക്കുമോ എന്നത് തോന്നുന്ന തരത്തിൽ നിങ്ങൾ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇതിങ്ങനെ ഇവർക്ക് തന്നെ സംഭവിച്ചു, ഇത്രയും അധികം നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ആളെ ഏത് എന്നൊന്നും പറയണ്ട, പക്ഷെ നിങ്ങളെ പോലും അതിശയിപ്പിച്ചൊരു കേസ് ഈ ഒരു സൈബർ ലോകത്ത് അല്ലെങ്കിൽ ഒരു തട്ടിപ്പിൽ ഉണ്ടായത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ സർ? താങ്കളുടെ ഈ ചോദ്യത്തിന് ഒന്നല്ല ഒരുപാട് ഇൻസിഡൻസുകൾ നമുക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ അതിലെടുത്തു പറയാത്ത 1-2 റീസെൻ്റായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഉയർന്നൊരു തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 54 ലക്ഷം രൂപ ഇപ്രകാരം പുള്ളി ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ബിനാൻസ് അക്കൗണ്ട് എടുക്കുന്ന ആളിന് മാത്രമേ ക്രിപ്റ്റോ കറൻസി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള ക്രിപ്റ്റോ കറൻസി ചെയ്യുന്നെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വഴി നമുക്ക് സെബിയുടെ അംഗീകാരത്തോടെ ചെയ്യുന്നത് നിയമസാധുതയുള്ളതാണ്, തെറ്റല്ല. പക്ഷേ അതല്ലാതെ ബിനാൻസ് അക്കൗണ്ട് വഴി ഈ ട്രാൻസാക്ഷൻ നടത്തി ഇപ്രകാരം അവർ പറയുന്നതിനനുസരിച്ച് എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്ത് അവസാനം ഒരു 30 ലക്ഷം രൂപയായി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ എമൗണ്ട് വിഡ്രാ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, എൻ്റെ പ്രോഫിറ്റും അതുപോലെ തന്നെ എമൗണ്ടുകളും വിഡ്രാ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, താങ്കളുടെ ഈ എമൗണ്ട് മറ്റൊരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുകയാണ്, താങ്കൾക്ക് ഇപ്പോൾ 10% ലാഭം കിട്ടിയെങ്കിൽ താങ്കൾക്ക് 20% ലാഭം കിട്ടും എന്ന് പറഞ്ഞ് മാറ്റുന്നു. മാത്രമല്ല, ഇനി അതിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ്, ഇൻകം ടാക്സ്, മറ്റ് എക്സ്പെൻസുകൾ ഉൾപ്പെടെ താങ്കൾ ഒരു 20 ലക്ഷം രൂപ ഇനി അടയ്ക്കണം, എങ്കിലേ നമുക്കതിൽ നിന്നും വിഡ്രോ ചെയ്ത് താങ്കളുടെ പൈസ പെട്ടെന്ന് എടുക്കാൻ പറ്റുമെന്ന് പറയും. ഈ പറഞ്ഞ മോഹന വാഗ്ദാനം കേട്ടുകൊണ്ട് ഇദ്ദേഹം വീണ്ടും കടമെടുത്ത് 20 ലക്ഷം രൂപ വീണ്ടും ഇട്ട് കൊടുത്തപ്പോൾ 30 ലക്ഷം എന്നുള്ള 50 ലക്ഷം രൂപയായി മാറി. എന്നിട്ട് അത് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. ഇപ്രകാരം 54 ലക്ഷം രൂപയായി മാറിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇത് അദ്ദേഹം 2022 മുതൽ ഈ ക്രിപ്റ്റോ കറൻസി ബിസിനസ് നടത്തി വന്നതാണ്. അതുകൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ അവസാനം പൈസ നഷ്ടപ്പെട്ടു എന്ന് സ്വയം ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പോലീസിൽ വന്നിട്ട് ഇപ്രകാരം ഒരു ചീറ്റിങ്ങിന് ഞാൻ വിധേയമാകപ്പെട്ടു എന്ന് വന്ന് വിവരം നൽകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞു, റിട്ടയർഡ് ഹൈ പ്രൊഫൈലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിയമത്തിന് പരിജ്ഞാനമില്ലെന്നോ അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള അറിവില്ലെന്നോ സൈബർ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധവാനല്ലെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾക്ക് പൈസയോടുള്ള ഒരു ഒടുങ്ങാത്ത ഒരു ആർത്തി ഉണ്ടല്ലോ, ആ ഒരു ഘടകം തന്നെയാണ് നമ്മളെ ഇപ്രകാരമുള്ള ചതിക്കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് താങ്കൾ ഇപ്രകാരമുള്ള അക്കൗണ്ടുകളിലേക്ക് ചെന്ന് വീഴുന്നില്ല, അല്ലെങ്കിൽ ഇപ്രകാരം ചെയ്യുന്നില്ല? പൈസയ്ക്ക് ആർക്കും ആവശ്യമില്ലാത്ത എല്ലാവർക്കും ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചെലവ് നിയന്ത്രിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. പൊതുജനങ്ങൾ ദയവ് ചെയ്ത് വീണ്ടും ഇപ്രകാരമുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള സൈബർ ഒഫൻഡേഴ്സിൻ്റെ പിടിയിൽ അകപ്പെടാതെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടോ സുഹൃത്തുക്കളോടോ ഒക്കെ ചോദിച്ച് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ഞാൻ ചീറ്റിങ്ങിന് വിധേയമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇപ്രകാരമുള്ള ഓൺലൈനായിട്ടുള്ള ബിസിനസ്സുകളിലായാലും സൈബർ സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇടപാടുകളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. വീട്ടമ്മമാരും പൊതുവെ ചെയ്തു വരുന്ന ഒരു ട്രെൻഡുണ്ട്. ആരെങ്കിലും ഒരാൾ 10,000 രൂപയുടെ ഓൺലൈൻ ലോൺ കൊടുക്കുന്നു. ലോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കൂ. പണ്ട് കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങും. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള ഓർണമെൻറ്റ്സോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന് പ്ലെഡ്ജ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യം നിവർത്തിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ വസ്തുവോ മറ്റു കാര്യങ്ങളോ നമ്മൾ കൊടുത്ത് ലോൺ എടുക്കുകയാണ് ചെയ്തത്. ഇപ്പം അത് മാറിയിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ ലോൺ ആപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് പൈസ ഞാൻ തരാം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടൻ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവർ തന്നേക്കുന്ന ഒരു സൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയും അതിലൂടെ അവരൊരു ഫോം നമുക്ക് നൽകുകയും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നൽകുകയും ചെയ്യും. ആദ്യം അവർ തുച്ഛമായ എമൗണ്ട് നൽകുകയും
പിന്നീട് അവർ തന്ന ലോണ് നമ്മൾ തിരിച്ചടച്ചു കഴിഞ്ഞാലും അടുത്ത ത്രട്ടനിങ് ആണ്. നിങ്ങളുടെ ഈ ഫോട്ടോ ഉപയോഗിച്ച് ന്യൂഡ് ഫോട്ടോസ് ഉണ്ടാക്കി നമ്മൾ സമൂഹ മാധ്യമത്തിലും നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കും. അവസാനം ഈ ഭീഷണിയിൽ വീണിട്ടും പൈസ കൊടുക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ നിർബന്ധരായി മാറുന്ന ആൾക്കാരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും നമുക്ക് ₹1 പോലും നമുക്ക് അങ്ങനെ സൗജന്യമായി നൽകുമെന്ന് കരുതണ്ട. അതിൻ്റെ പിന്നിൽ ഒരു ചതിയുണ്ട് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ. സർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയ ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ ഫോളോവേഴ്സ് ഫോളോ ചെയ്യും, അവർക്ക് അത്രയും ഇഷ്ടമാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ആ ഇൻഫ്ലുവൻസേഴ്സ് തെറ്റായ രീതിയിലൊരു പ്രചരണം നടത്തുകയാണ്. നിങ്ങൾ ഇത്രയും എമൗണ്ട് ഇതിൽ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാശും കൂടും, ഞാനത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതെനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഇതിലേക്ക് വീഴുകയാണ്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്, ദിനം പ്രതി ചതിയിൽ വീഴുന്നതും കേൾക്കുന്നുണ്ട്. സാറിന് അതിനെക്കുറിച്ച്, ഈ സോഷ്യൽ മീഡിയ ഇന്നിപ്പോൾ ഇത്രയും പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് വരാറുണ്ടോ? അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനോട് സാറിന് എന്താ പറയാനുള്ളത്? അവരുടെ ഫോളോവേഴ്സിനോട് സാറിന് എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് വരുന്നില്ല, പക്ഷേ എങ്കിലും നമുക്ക് പൊതുവേ സോഷ്യൽ മീഡിയയുടെ നമ്മളൊന്ന് അവലോകനം ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരുടേതായിട്ടുള്ള റീലുകൾ ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള ഓരോ ബൈറ്റുകൾ എടുക്കുന്നു, അതിടുന്നു, അതിന് കുറേ ഫോളോവേഴ്സ് വരുന്നു, അവർ തന്നെ സെലിബ്രിറ്റിയായി മാറുന്നു. സ്വാഭാവികമായിട്ടും പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ സിനിമാക്കാർ അല്ലെങ്കിൽ നാടകത്തിലുള്ളവർ അല്ലെങ്കിൽ പാട്ടുകാർ ഇവരൊക്കെയാണ് സെലിബ്രിറ്റിയായി മാറിയിരുന്നെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, വീട്ടിലിരുന്ന് പോലും നമ്മൾക്ക് ഫേമസ് ആയി മാറുന്നതിന് സാധിക്കും. നന്നായിട്ട് പാടാൻ കഴിയുന്ന ഒരാളിനോ നന്നായിട്ട് മിമിക്രി ചെയ്യാൻ കഴിയുന്ന ആളിനോ അപ്രകാരമുള്ള ഏതെങ്കിലും ഒരു കഴിവുള്ള ആളിനോ എന്തിന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളിന് പോലും പ്രസംഗിക്കാൻ കഴിയുന്ന ആളിന് പോലും അഡ്വൈസറിന് പോലും അല്ലെങ്കിൽ അവയർനെസ് ക്ലാസ് കൊടുക്കുന്ന ആളിന് ഇവർക്കെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ അത് കാണുന്നതിനും അവർ ഫോളോവേഴ്സായി മാറുന്നതിനും അവർ നമ്മൾ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടില്ല. അത് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനം തന്നെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലാണ്. ഇതിൽ വീണിട്ടാണ് യുവാക്കളായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഇപ്രകാരം ഓരോ വീഡിയോസ് ചെയ്യുന്നതിനും പോസ്റ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പറഞ്ഞ ചോദ്യം, ഇപ്രകാരമുള്ള ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെ ഉപയോഗിച്ച് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്, ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ ഈ ഇപ്രകാരം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇപ്രകാരമുള്ള റീലുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന നമ്മളായാലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ട് അപ്രകാരം ഒരു ആപ്ലിക്കേഷൻ നൽകി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മളിലൂടെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വൈറലാക്കി ജനങ്ങൾ അത് കണ്ട് അതിൽ ചീറ്റിങ്ങിൽപ്പെട്ട ആൾക്കാരുടെ പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒഫൻസുകളിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഈ റീൽസ് നൽകുന്നവരും കൃത്യമായും അതിൽ പ്രതിയാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇവരാണ് അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന അബറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നതും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഇപ്രകാരമുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുന്നത് വളരെ നല്ലതായി. ഇപ്പോൾ സൈബർ സംബന്ധമായ ഏത് കുറ്റകൃത്യം ഉണ്ടായാലും ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല എന്തുണ്ടായാലും നമുക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ 1930 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ കാര്യം അറിയിക്കാനായിട്ട് സാധിക്കും. അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺസോർഷ്യമാണ് അത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്രകാരം ഒരു കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്, ഏത് ജില്ലയിലേക്കാണോ വന്നിരിക്കുന്നത്, അപ്പോൾ തന്നെ അത് ബൈഫർക്കേറ്റ് ചെയ്ത് അത് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൺട്രോൾ റൂമിൽ കൊടുക്കുകയും അത് അപ്പോൾ തന്നെ സോർട്ട് ചെയ്ത് അതിൻ്റെ നടപടിക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. വിതിൻ സെക്കൻഡ് സ്പാൻ ഓഫ് ടൈമാണ്, വിതിൻ സെക്കൻഡ്സ് ആണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് ആരും ഇപ്രകാരമുള്ള ഫിനാൻഷ്യൽ ഫ്രോഡിൽപ്പെട്ട് ചീറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ, അഥവാ സപ്പോസ് ആരെങ്കിലും അപ്രകാരം പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓൺ ദ വെരി ഫസ്റ്റ് മൊമെൻറ്റിൽ തന്നെ ഈ വിവരം നമ്മൾ ഇപ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അതിൽ കയറി അറിയിക്കുകയും അവർ നൽകുന്ന വിവരങ്ങൾ നൽകിയിട്ട് അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഈ കംപ്ലൈനൻ്റ് അറിയിക്കുന്ന കംപ്ലൈനൻറ്റിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും അവിടെ നിന്ന് വിവരം ലഭിക്കുന്നതാണ്, മെയിലായിട്ടും അല്ലാതെയും ലഭിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് തുടർ നടപടികൾ പോലീസ് ചെയ്ത് അല്ലെങ്കിൽ ലാ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് അത് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ജനങ്ങൾ ഓർത്തിരിക്കുക. 1930 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇപ്രകാരം എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് പറയാൻ ജനങ്ങൾ തയ്യാറാകണം. ഇത് കുറ്റവാളിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ ഇപ്രകാരം ഒരു ചീറ്റിങ്ങിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നാണക്കേട് കാരണം നമ്മൾ നമ്മുടെ വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ പോലീസിലോ നമ്മൾ അറിയിക്കാതെ നമ്മൾ
അതിൽ നിന്നും ഉൾവലിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇത് കുറ്റവാളികളെ അവരുടെ ഈ കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കുക. കുറ്റവാളികൾ ഓരോ കുറ്റകൃത്യവും ചെയ്യുന്നത് ഓരോ മോഡിലൂടെയാണ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നീട് ആ വാട്സാപ്പ് നമ്പരോ ടെലിഗ്രാം നമ്പരോ പിന്നെ യൂസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ പിന്നീട് ആ അക്കൗണ്ട് പണം വന്ന അക്കൗണ്ട് അപ്പം തന്നെ അവരതങ്ങ് ഒഴിവാക്കിയിരിക്കും. ആ ഒരു സെറ്റ് ഓഫ് എന്താണ് കുറ്റകൃത്യങ്ങൾ ഒഫൻസസ് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് തന്നെ അവരങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. മെയിൻ കുറ്റവാളികൾ ഈ പറയുന്ന സ്ട്രീം ലൈനിനുള്ളിൽ വരാതെ ലൈം ലൈറ്റിൽ പെടാതെ അവർ വളരെ തന്ത്രപൂർവ്വം അവരുടെ ഒരു തരത്തിലുള്ള രേഖകളും ഇതിൽ ഉൾപ്പെടാതെ ഇന്നസെൻ്റായ ആൾക്കാരുടെ രേഖകൾ മാത്രം വെച്ചുകൊണ്ടായിരിക്കും ഇപ്രകാരം ചെയ്യുന്നതെന്ന് ഓർക്കുക. പണം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. പോലീസ് നിങ്ങളുടെ എന്ത് സഹായത്തിനും പോലീസ് കൂടെയുണ്ട്. സൈബർ പോലീസ് നിങ്ങളോടൊപ്പം. നമ്മൾ ഉണ്ടാക്കുന്ന പണം, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, അത് നമ്മുടെ വിയർപ്പിൻ്റെ വിലയാണ്. അത് ആർക്കും വെറുതെ കൊണ്ടുപോകാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ കിട്ടുന്ന പണമോ പാരിതോഷികമോ ഒന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഒരിക്കൽ കൂടി നമ്മുടെ സൈബർ പോലീസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറക്കരുത്, ആ ഗോൾഡൻ ടൈമിൽ 1930 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അടിയന്തരമായിട്ടുള്ള സഹായം നമ്മുടെ പോലീസ് നിങ്ങൾക്കായി നൽകും. മറക്കാതിരിക്കുക. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് സർ, ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു കൊടുത്തതിന് താങ്ക് യു സോ മച്ച്. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.